ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. ഞാനിന്ന് മുടീനെ പറ്റിയാണ് കേട്ടോ പറയണം. എൻ്റെ മുടി ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല, പക്ഷെ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ മുടി മുട്ടയടിച്ചാണ് കേട്ടോ. പിന്നെയും വളർന്നതാണ് കേട്ടോ ഇത്. എന്നാലും ഇടക്കിടക്ക് ഞാനിങ്ങനെ വെട്ടിക്കൊടുക്കും. മുടി അങ്ങനെ പ്രത്യേകിച്ച് സൂക്ഷിക്കാറൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഈ വെയിലത്തെ പണിയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തുണിയൊക്കെ വെച്ചിട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് വേർപ്പൊക്കെ ഇതാവും. പക്ഷെ എല്ലാ ദിവസവും ഞാൻ തല കഴുകൂട്ടോ. ഞാൻ തല കഴുകുന്നത് നമ്മുടെ ഒരുപാട് ക്ലിനിക് പ്ലസ് ഷാമ്പില്ലേ, ആ ഷാമ്പിൻ്റെ 2-3 ഡ്രോപ്സ് എടുത്ത് വെള്ളത്തിൽ കലക്കിയിട്ട് എല്ലാ ദിവസവും തല കഴുകും. പിന്നെ മുടി ഉണങ്ങിയതിന് ശേഷം രാവിലെ ആകുമ്പോഴാണ് ഇത്തിരി വെളിച്ചെണ്ണ, നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ അല്ല പാരച്യൂട്ടിൻ്റെ 10 രൂപയുടെ ഒരു ബോട്ടിലില്ല, അത് നല്ലതാണെന്ന് വെച്ചാൽ വലിയ ബോട്ടിൽ മേടിക്കുന്നതിലും ഗുണം ഞാൻ 10 രൂപയുടെ ചെറിയ ബോട്ടിൽ വാങ്ങിക്കണതാണ്. അതിൻ്റെ അകത്ത് എന്തോ ഞാൻ പരീക്ഷിച്ചിട്ട് വലിയ ബോട്ടിലിൽ എണ്ണ പുരട്ടണതും ചെറിയ ബോട്ടിലിൽ എണ്ണ പുരട്ടണതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അത് ഉപയോഗിക്കുക. എൻ്റെ അമ്മ സ്ഥിരം അതാണ്. എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി മുടിയുണ്ട് കേട്ടോ. പറഞ്ഞാൽ മുട്ടിന് താഴോട്ട് മുടിയുണ്ട്. പക്ഷെ അമ്മയുടെ മുടി പോലെ ഒന്നും ഞങ്ങളെ പെമ്മക്കൊക്കെ കിട്ടിയിട്ടില്ല. പക്ഷേ ഉള്ളിൻ്റെ കാര്യത്തിൽ ഇവിടെ ഈ പ്രദേശത്ത് മുടിയുടെ ഉള്ളിൻ്റെ കാര്യത്തിൽ ഞങ്ങളെ വെട്ടാൻ ആരുമില്ല കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാരികൾ കൊസു അടിക്കുന്നു, ഒരു ഉള്ളാടി നിൻ്റെ മുടിക്ക്, നീ എപ്പോഴും വെട്ടിയാലും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കണമെന്ന്. അപ്പം എൻ്റെ മുടി വളരണതിൻ്റെ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് സമയം കിട്ടും. എൻ്റെ തലയിൽ പേനായിരിക്കൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഈ 10 വിരലുകൾ കണ്ട, അതിൽ ഈ 10 വിരലുകൾ നമ്മളിങ്ങനെ തലയിൽ ഇടക്കുക. ഇങ്ങനെ കണ്ട, ഇങ്ങനെ എല്ലാ ദിവസവും നമ്മളൊരു 10-20 മിനിറ്റ്, എപ്പോഴാണെന്നില്ല, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കാണിക്കണുണ്ടാൽ, പുറത്തിരുന്ന് കാണിക്കണുണ്ട് ആൾക്കാരോർക്കും തല മാന്തണേണെന്ന്. അപ്പം നമ്മൾ വീട്ടിലിരിക്കണ സമയം ചോദിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ വൈകിട്ട് കുളിക്കുന്നതിന് മുമ്പോ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ചെയ്ത് അത്രയും നല്ലതാണ്. ഇങ്ങനെ എല്ലാ വശത്തും ഇങ്ങനെ ഒന്ന് മാന്തുന്ന പോലെ, നഖം വെച്ച് മാന്തലും അല്ല, ഒന്ന് മാന്തുന്ന പോലെ തോന്നിക്കും. പക്ഷെ നമ്മുടെ ഈ ഭാഗമാണ് തലോട്ടിനോട് ഇങ്ങനെ ഒരയുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ തലോട്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ ആ തലോട്ടിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കും. അപ്പം ഏറ്റവും മുടി വളരാൻ നമ്മൾ ആ ഓയിൽ ഈ ഓയിൽ ഏത് ഹെയർ ഓയിലിനേലും ഏറ്റവും നല്ലോണം മുടി വളരാനായിട്ടുള്ള ഏറ്റവും നല്ല ടിപ്സ് നമ്മുടെ കൈവിരലുകൾ തന്നെയാണ് ഗായ്സ്. അപ്പോൾ നിങ്ങളൊന്ന് മുടിയില്ലാതെ വിഷമിക്കുന്നവർ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. നിങ്ങൾ ഏതെണ്ണ ഏത് ഷാമ്പു എന്ത് ഉപയോഗിച്ചോട്ടെ, പക്ഷെ നിങ്ങൾക്ക് മുടി ഉള്ളു വളരാനും മുടി നീണ്ട് വളരാനും വേണ്ടിയിട്ട് നിങ്ങൾ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ മുടി 75 ദിവസം ഒരു മുടിക്ക് ജീവനുള്ളത്, കഴിയുമ്പോൾ അത് കൊഴിഞ്ഞു പുതിയത് വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ 2.5 മാസം കൂടുമ്പോൾ നമ്മുടെ മുടിയുടെ തുമ്പ് കുറച്ച് മതി, തുമ്പ് കട്ട് ചെയ്യണം. പിന്നെ 2.5 മാസം കഴിയുമ്പോൾ നമ്മുടെ മുടിയുടെ തുമ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാ ദിവസവും എപ്പോഴെങ്കിലും, നമുക്ക് രാവിലെ ഓഫീസിലൊക്കെ പോണവർക്ക് സമയം കിട്ടത്തില്ല, പക്ഷെ വൈകിട്ട് എന്നിട്ട് നമ്മൾ ഓഫീസിൽ നിന്നൊരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് കുറച്ച് സമയം TV കാണാനിരിക്കുമ്പോഴോ എപ്പോഴെങ്കിലും ഇതിങ്ങനെ ഒന്ന് ഇവിടം തൊട്ട് തുടങ്ങണം കേട്ടോ. ഈ തലോട്ടിയിൽ നല്ലപോലെ കൈ ടച്ച് ആവണം. ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ചെയ്ത് ഒരു 10-20 മിനിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ നല്ല ശക്തിയിൽ ഇങ്ങനെ തലേനെ മുടി ഇങ്ങനെ കോതി, ഞാൻ കണ്ണാട മാറ്റിട്ട് ഇടാം, കണ്ണാട വെച്ചിട്ട് പറ്റുള്ള. അപ്പോൾ അത് ഇങ്ങനെ എന്താ ഒന്ന് അനക്കിക്കൊണ്ട് ഇത്തിരി ശക്തിയിൽ അനക്കിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ മുടി ഇങ്ങനെ എന്താ, എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഈ മുടിനെ ശക്തിയിലെടുത്തിട്ട് കുറച്ച് സമയം നമ്മളിങ്ങനെ കെട്ടി വെക്കണം. എനിക്കിപ്പോൾ മുടി വെട്ടുകാരനെ കെട്ടി വെക്കാൻ തികയില്ല. അപ്പം നിങ്ങൾ ഒരു ബുഷ് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാൽ മതി കേട്ടോ. കുറച്ച് സമയം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കണം. പണ്ടൊക്കെ നമ്മുടെ മുത്തച്ഛന്മാരൊക്കെ ഉണ്ടല്ലോ, രാത്രി കിടക്കാൻ നേരത്ത് 2 കൊമ്പ് പിന്നിട്ടിട്ട് 2 കൊമ്പൊക്കെ ഇട്ട് ഇങ്ങനെ മുറുക്കി വലിച്ച് കെട്ടി വെക്കും. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മച്ചിയൊക്കെ ചെറുതിൽ ഇവിടെ മുടി കെട്ടി തരുമ്പോൾ ഈ സൈഡിലെ മുടിയൊക്കെ ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കുമ്പോൾ വേദനയാണ്. എൻ്റെ അമ്മയെ വേദന എടുക്കണേ, എന്ത് കെട്ടാമ്മയെ കെട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെറുതിലെ ഒച്ചയെടുത്ത് കറിയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. പക്ഷെ പിന്നീടാണ് നമുക്ക് മനസ്സിലായത്, മുടി ഇങ്ങനെ നല്ല ടൈറ്റിൽ കെട്ടുമ്പോൾ രാത്രിയാണ് കൂടുതൽ മുടി വളരുന്നത്.
നമ്മുടെ മുടി ഗ്രോത്ത് രാത്രിയാണ് ഈ മുടിയുടെ വളർച്ച നടക്കുന്നത്. അപ്പം ഞാൻ വലിയ പഠിപ്പിച്ചിട്ടല്ല, ഡോക്ടർമാരോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റോ പറയണ പോലെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ കാരണന്മാർ നമുക്ക് പകർന്നെന്ന് അറിവ് വെച്ചിട്ടാണ് പറയണത്. അപ്പം അങ്ങനെ മുറുക്കി കെട്ടിവെക്കുക. അതുപോലെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് മാക്സിമം നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ മുടി ഉണങ്ങിയിരിക്കണം. കാരണം നമ്മൾ സന്ധ്യക്കൊക്കെ കുളിക്കുമ്പോൾ ഒത്തിരി ലേറ്റായിട്ട് കുളിക്കരുത്, ഇച്ചിരി നേരത്തെ കുളിക്കണം. വൈകിട്ട് ഓഫീസ് ജോലി കഴിഞ്ഞൊന്നൊരു 7 മണിക്കുമ്പോഴെങ്കിലും കുളിക്കണം. അപ്പോഴേ നമ്മൾ 10 മണിക്ക് കിടക്കാൻ നേരവുമ്പോഴത്തേനും നമ്മുടെ മുടി ഉണങ്ങുള്ളൂ. കാരണം പച്ചമുടിയായിട്ട് നമ്മൾ ബെഡിൽ കിടക്കുമ്പോഴത്തേനും ആ മുടിയിൽ എണ്ണമയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫില്ലോയിലൊക്കെ കറ പിടിക്കും, മണം വരും. നമ്മുടെ മുടി രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനൊരു വെളിച്ച മണമൊക്കെ ഇരിക്കും. അപ്പം നമ്മൾ രാത്രി കിടക്കാൻ നേരത്തെ നമ്മുടെ മുടിയിൽ നനവുണ്ടാവരുത് കേട്ടോ ഗൈസ്. അപ്പോൾ ആ മുടി എപ്പോഴും മുടിയിൽ രാത്രി നനവുണ്ടാവരുത്. പിന്നെ രാവിലെ കുളിക്കുന്നവരുണ്ട്, വൈകിട്ട് കുളിക്കുന്നവരുണ്ട്. മുടിനെ കെയർ ചെയ്യാൻ വേണ്ടി 2 ദിവസം കൂടി തല കഴുകുന്നവരുണ്ട്. അത് മണ്ടത്തരം ഉണ്ടാകും. നമ്മളുടെ ശരീരത്തിന് എപ്പോഴും വെള്ളം ആവശ്യമാണ്. അപ്പം നമ്മൾ എല്ലാ ദിവസവും കുളിക്കുക. വേനൽക്കാലം ആയാലും നമ്മൾ 2 നേരം കുളിക്കുന്നത് നല്ലതാണ്. പിന്നെ ഓഫീസിൽ പോകുന്നവർ രാവിലെ തലമേലും കുളിച്ചിട്ട് വൈകിട്ട് വന്ന് ജസ്റ്റ് മേല് കഴുകിയാലും മതി കേട്ടോ. രാത്രിക്കും തല കഴുകണമെന്നില്ല, പിന്നെ രാവിലെ കഴുകാനുള്ളതല്ലേ. പക്ഷേ ഈ മുടി വളരണമെന്ന് ആഗ്രഹമുള്ളവർ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ പല ഹെയർ ഓയിലുകളും അവൈലബിളാണ്. മുടി വളരണ പല പരസ്യങ്ങളും നമ്മൾ കാണാറുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും ഭയങ്കര വലിയ വില കൊടുത്തിട്ട് അതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല സാമ്പത്തികമായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇനി വാങ്ങിച്ചാൽ തന്നെ നമ്മൾ 1 ദിവസം 2 ദിവസം യൂസ് ചെയ്യും. പിന്നെ അത് അവിടെ എവിടെയെങ്കിലും ഷെൽഫിൽ അലമാര പുറകിലൊക്കെ എടുത്തിടും, പിന്നെ ഉപയോഗിക്കില്ല, വെറുതെ ഇപ്പം. പക്ഷേ ഇത് നമ്മൾ 1 രൂപ കാശ് മുടക്കണ്ട, നമ്മൾ ബുദ്ധിമുട്ടണ്ട. ആകെ നമ്മുടെ കൈ മാത്രം മതി ഗൈസ്. പിന്നെ നമ്മൾ ചെയ്യണതിൽ ഒത്തിരിയും കൂടി എഫക്റ്റ് എന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ അമ്മച്ചിമാരാ മുത്തശ്ശിമാരെല്ലാം ചെയ്തെടുത്ത് തരാം. അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസം നമ്മൾ ഓഫീസിൽ പോകത്ത പുച്ചയിന് ഇടിയൊന്നും തല മസാജ് ചെയ്ത് തന്നടി എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുക. നമ്മളും ചെയ്ത് കൊടുക്കണം കേട്ടോ അവർക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഗ്രാമത്തിലൊക്കെ അങ്ങനെ ഇരുന്ന് കേട്ടോ, നിരന്നിരുന്ന് അങ്ങടെ തല നോക്കൽ, നിരന്നിരുന്ന് മുടി കെട്ടിക്കൊടുക്കൽ, അങ്ങനെയൊക്കെയുള്ള ഒരു കാലം. ഇപ്പം അതൊന്നുമില്ല. എല്ലാവരും അവരവരുടെ വീടുകളിലായി, എല്ലാവർക്കും ഗേറ്റും മതിലൊക്കെ വന്നപ്പോൾ പഴയ സംസ്കാരമൊക്കെ കുറച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇത് നമ്മൾ എവിടെയായാലും ഫ്ലാറ്റിലായാലും വീട്ടിലായാലും ഓഫീസിലിരുന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലിരിക്കുന്ന സമയം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു മുടി വളരാനുള്ള ഒരു ടിപ്സാണ് നമ്മുടെ വിരൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ കൊടുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.